പക്ഷേ ആ സിനിമ ഇറങ്ങി കഴിഞ്ഞിട്ട് സത്യത്തിൽ എൻ്റെ ഒരു പ്രതീക്ഷയുള്ള സിനിമ ആയിരുന്നില്ല, ഒരിക്കലും ആയിരുന്നില്ല. അതിൽ നടന്ന സംഭവങ്ങൾ ആദ്യം ഒരു ഡയറക്ടർ വെച്ച് ഷൂട്ട് തുടങ്ങുന്നു. ഏകദേശം ഒരു 10-15 ദിവസം കഴിഞ്ഞപ്പോൾ ആ ഡയറക്ടർ മാറ്റുന്നു. അത് തന്നെ മലയാള സിനിമയുടെ ഒരു പരിചയമില്ലാത്തൊരു കാര്യമാണ്, ഒരു ഡയറക്ടർ മാറ്റണമെന്ന്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ എനിക്ക് അതുവരെ ഷൂട്ട് ചെയ്തത് എനിക്കിഷ്ടമായില്ല. അത് ഞാൻ ഉദ്ദേശിച്ച ഒരു ക്വാളിറ്റി ഇല്ല, അത് തന്നെയാണ് അതിൻ്റെ കാരണം. അത് കാരണം നേരത്തെ പറഞ്ഞ ഈ പ്രശ്നങ്ങളിലോട്ട് പോയത്. അതിനുശേഷം ഈ സിനിമ വേറെ ഡയറക്ടറും പുതിയ ടെക്നീഷ്യൻസും എല്ലാവരും എടുത്ത് സിനിമ തിയേറ്ററിൽ വന്നെങ്കിലും എൻ്റെ ലൈഫിൽ സോഷ്യൽ മീഡിയയിലേക്ക് കൂടി ഏറ്റവും അധികം അറ്റാക്ക് കിട്ടിയേക്കണ ഒരു കാലഘട്ടം വരുന്നത് എന്നെ അത്ര മോശമായിട്ട്. അതൊരു പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ എന്നെ അനാവശ്യപ്പെടേണ്ട ആവശ്യമില്ല. പക്ഷേ എന്തുകൊണ്ടോ അതിൻ്റെ ഡയറക്ടറോ അല്ലെന്നുണ്ടെങ്കിൽ അതിലെ ആർട്ടിസ്റ്റുകളോ ഒന്നുമല്ല, ഏറ്റവും അധികം ആൾക്കാരെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ അത് എന്താണ് സിനിമയൊക്കെ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. അതായത് ആ രീതിയിലായിരുന്നു അതിന് ഡീഗ്രേഡിങ് നടന്നത്. അതായത് മലയാള സിനിമ അതുവരെ കാണാത്ത ഒരു ഡീഗ്രേഡിങ്ങാണ് സിനിമയ്ക്കുണ്ടായത്. അതിനുശേഷം ഞാനാകെ തകർന്നു. ഞാൻ പല ജോലികളും ചെയ്യണം. ഇപ്പോൾ ഒരു രസകരമായ കാര്യം, ഞാനും എൻ്റെ മകൻ കാശിയും കൂടി ഞങ്ങളിവിടെ ഷാർജ കോർണർഷിപ്പ് പോയി കഴിഞ്ഞിട്ട് ഫിഷിങ്ങിന് വേണ്ടി ഞങ്ങൾ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് കഴിഞ്ഞപ്പോൾ കുറേ ആളുകൾ എഴുതി, ഞാൻ വേണുഗോതപ്പള്ളി ഇപ്പോൾ മീൻ പിടിച്ചാണ് ജീവിക്കണമെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ UK എൻ്റെ ഷോപ്പിൽ ലണ്ടനിലുള്ള അവിടെ ഞാൻ കൗണ്ടറിലിരുന്ന് കഴിഞ്ഞിട്ട് ഒരു ഫോട്ടോ എടുക്കുമ്പോൾ പറഞ്ഞപ്പോൾ ഒരു കടയിൽ ജോലി ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കാണുമ്പോൾ നമുക്കൊരു തമാശ തോന്നുന്നുണ്ടെങ്കിലും മനസ്സിലൊരു വേദന ഉണ്ടായിരുന്നു. ഞാനൊരു ബക്കറ്റ് ലിസ്റ്റ് ഉണ്ടായിരുന്ന ഒരു മോഹം, അതായത് ഒരു സിനിമ മാത്രം എടുത്തിട്ട് പോകണമെന്ന് പറഞ്ഞാൽ എന്നെ ശരിക്കും വാശിയോടുകൂടി ഈ ഫീൽഡിൽ നിർത്തി എന്ന് പറഞ്ഞാൽ ഇതേപോലെയുള്ള ആയിരക്കണക്കിന് ഈ സോഷ്യൽ മീഡിയയിൽ ഈ ജോലി എടുക്കുന്ന ആൾക്കാരാണ് അതിനെതിരെ വന്നത്. അതിനുശേഷം ഞാൻ 2-3 ചെറിയ ചെറിയ സിനിമകൾ ചെയ്തു. ഒന്നിൽ ഞാൻ കാവ്യ ഫിലിമിൻ്റെ പേരോ പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിലോ എൻ്റെ പേര് വന്നില്ല. എനിക്കൊരു വിശ്വാസം, അതായത് അതിൻ്റെ ഒരു പ്രതികാരം എന്നുള്ള രീതിയിൽ ഒരു നല്ല സിനിമ ചെയ്യണം എന്ന് ഇരിക്കുമ്പോഴാണ് ഈ പറഞ്ഞ 2022 ജൂൺ എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞിട്ട് 2018 കഥ പറയുന്നത്.